പൊങ്കാല ചിപ്പി എന്നൊരു പേരടക്കം വന്നു കഴിഞ്ഞു. ആ പേര് നിങ്ങൾ ഇട്ടതാണ്. അത് ഞാൻ പറയാം. ഇതിപ്പോ എത്രാമത്തെ വർഷമായി? ഒരുപാട് വർഷം ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഒരു 20+ 70 മേലെ എന്തായാലും ആയിട്ടുണ്ടാവും. ഈ വർഷം എന്താ സ്പെഷ്യൽ, എന്താണ് അമ്മയ്ക്ക്? ഈ വർഷം സ്പെഷ്യൽ അല്ല, പായസമാണ്. എല്ലാവരും ഇടുന്ന പോലെ തന്നെ പായസം, വെള്ളച്ചോറ്, പയറ് ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പ്രാർത്ഥനകൾ. പുതിയ മൂവിയുടെ റിലീസുണ്ട്. അപ്പൊ അതുകൊണ്ട് സിനിമ തുടരുംന്റെ റിലീസുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടും ഒക്കെ ഉള്ള പ്രാർത്ഥനയിൽ വന്നിരിക്കുകയാണ്. ചേച്ചി എല്ലാ തവണ ചേച്ചി ഇവിടെയാണ് പൊങ്കാല, അതെന്താ ഇവിടെ സെലക്ട് ചെയ്തത്? എനിക്ക് ഇവിടെ ക്ഷേത്രത്തിന് അടുത്താണല്ലോ. എനിക്ക് ഇവിടെ നമുക്കിപ്പോ സിറ്റിയിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തും ഒക്കെ പൊങ്കാല എല്ലാവരും ഇടുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്നാലും കുറച്ചും കൂടെ അമ്മയുടെ അടുത്ത് വന്നിടുമ്പോ ഒരിഷ്ടം. തുടരുംന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എന്താ ഞങ്ങൾ എങ്ങനെയാണ് തിയേറ്ററിലോട് പോകേണ്ടത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കണ്ടിട്ട് എന്നെ വിളിച്ച് പറയും എന്താണെന്ന്. ഓക്കെ ചേച്ചി, അപ്പം പൊങ്കാല ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ട് നടക്കുന്നു. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നടക്കുകയാണ്. നമ്മൾ അവിടെയാണുള്ളത്. ഇപ്പോൾ ഞാൻ നന്ദാവനത്തിനാണുള്ളത്. ഇവിടെയാണ് കുറച്ച് സിനിമ സീരിയൽ താരങ്ങളുണ്ട്. നമുക്കൊപ്പം അമൃത ചേരുന്നു, സിനിമ സീരിയൽ താരം. അമൃത, എല്ലാ വർഷവും പൊങ്കാലയുടെ നാളാണല്ലോ? അതെ അതെ അതെ, എല്ലാ വർഷവും പൊങ്കാലയിടുന്നത്. ഇതിപ്പോ എത്രാമത്തെ വർഷമായി? നമ്മുടെ 20ആയോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇത് 20ാമത്തെ വർഷത്തെയാണ്. ചെറുപ്പം മുതലേ അപ്പൊ ഇടുന്ന ആളാണ്? ഞാനല്ല, വീട്ടിൽ നിന്ന് പണ്ടുപോലെ ഇടുന്നതാണ്. തിരുവനന്തപുരംകാരിയല്ലേ? നമ്മൾ വന്ന് സെറ്റിൽഡ് ആയതാ. അതെ അതെ. ഇത്തവണ എന്താണ് പുതിയ പ്രത്യേക പ്രാർത്ഥന? പുതിയ സിനിമ സീരിയലൊക്കെ ആണോ? അതിലുപരി വേറെ വലിയൊരു കാര്യമുണ്ട്. അപ്പൊ അത് നടന്നാൽ അടുത്ത വർഷം തീർച്ചയായിട്ടും പറയും. ഇതിപ്പോ ഇന്ന് എന്താ പ്രസാദം എന്താ അമ്മയ്ക്ക്? ഇന്ന് നമുക്ക് 51 തലത്തിലാണ് പൊങ്കാല, നേർച്ചയുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും വലിയ പുതിയ വർക്ക്. ഏതാണ് പുതിയ വർക്ക്? കൗമുദിൽ നിന്ന് വരുന്നുണ്ട്, അല്ലാതെ 2 പ്രോജക്റ്റ് വരുന്നുണ്ട്. ഇതിപ്പോ എല്ലാ വർഷം എന്താ ഇവിടെ തന്നെ പൊങ്കാല ഇടാൻ ഉദ്ദേശിച്ചു? ഈ സ്ഥലത്ത് തന്നെയാണോ അധികം ഇടാറ്? അല്ല, നമ്മൾ ഇതിപ്പോ 2ാമത്തെ വർഷം ഇവിടെ ഇടുന്നത്. ബാക്കിയൊക്കെ അമ്പലത്തിന്റെ ഏതെങ്കിലും ഒരു പരിസരത്തൊക്കെ ആയിരിക്കും ഇടുന്നത്. കുടുംബസമേതമാണ് വരാൻ? നമ്മള് ഫാമിലി ആയിട്ടാണ് വരുന്നത്. ചേച്ചി പേരെന്തുവായിരുന്നു? ജോഷ്ന. ഇതാ പുതിയ വർക്ക് ഏതാണ്? ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദോ ചെയ്തോണ്ടിരിക്കുന്നത്. വർക്കൊക്കെ സുഖമായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു. ഇവിടെ തിരുവനന്തപുരമാണോ? ഞാൻ കൊല്ലമാണ്. കൊല്ലം. എത്ര വർഷമായി പൊങ്കാല? ഇത് എന്റെ 2ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം അമ്മൂന്റെ കൂടെ തന്നെ ഇട്ടത്, ഈ വർഷവും അമ്മൂന്റെ കൂടെ തന്നെ. ഈ പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ കൃത്യമായിട്ട് നടക്കാറുണ്ട്, അതുകൊണ്ടാണോ ഈ കൊല്ലം ഇടണം തോന്നിയത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആറ്റുകാലമ്മയുടെ ഭക്തയാണ്? തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാ. പിന്നെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അമൃതയുടെ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചില്ല. നമ്മളൊരു വലിയൊരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയാണ് ഇപ്രാവശ്യം ഇത്രയും വലിയ നേർച്ച ഇടുന്നത്. അത് ആഗ്രഹം സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷം പറഞ്ഞിരിക്കും. എന്താണ് ചേച്ചിയുടെ ആഗ്രഹം? എന്താണ് പറയാൻ പറ്റുമോ ഇപ്പൊ? ഞാനും അടുത്ത വർഷം പറയാം. കഴിഞ്ഞ വർഷം ഇതേപോലെ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന് എനിക്കാണ് സംഭവിച്ചത്. അമ്മുന്റെ കല്യാണക്കാര്യം പറഞ്ഞത്, പക്ഷെ സംഭവിച്ചത് എനിക്കാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞു, അതായിരുന്നു പ്രാർത്ഥിച്ചത്. പക്ഷെ ഇപ്രാവശ്യം ഇനി അതുകൊണ്ട് ഞാൻ മനസ്സിൽ തന്നെ വെച്ചേക്കാം, സാധിക്കുമെന്ന് ഉറപ്പായിട്ട് അടുത്ത പ്രാവശ്യം പറയുന്നതായിരിക്കും. കല്യാണം ഉടനുണ്ടോ? കല്യാണം എപ്പോഴേ ഇല്ല. കല്യാണം ഒരു 6 മന്ത് അല്ലെങ്കിൽ ഒരു 1 ഇയറിനകത്തേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും പൊങ്കാല ഇടുക. രണ്ടാൾക്കും പൊങ്കാല ആശംസ. താങ്ക് യു സോ മച്ച്. ചേച്ചി, എത്രാമത്തെ വർഷത്തെ പൊങ്കാല? എന്നെ എനിക്കറിയില്ല. ഞാൻ കുറെ വർഷമായിട്ട് ഇടുന്നുണ്ട് പൊങ്കാല. തിരുവനന്തപുരംകാരിയാണോ? ഇല്ല, ഞാൻ കോട്ടയാണ്. പക്ഷെ തിരുവനന്തപുരത്ത് ഒരു 10 വർഷം താമസിച്ചത്. അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് ആ സമയത്തൊക്കെ ഇട്ടിട്ടുണ്ട്. പൊങ്കാലയ്ക്കുള്ള ഒരുക്കൊക്കെ പൂർത്തിയായോ? എല്ലാം ഏകദേശം പൂർത്തിയായി. ചേച്ചി, പുതിയ വർക്ക് ഏതൊക്കെയാണ്? പുതിയതിപ്പോ ഇനിയും 4 മൂവി ഉണ്ട് റിലീസിന്. നന്നായിട്ടിരിക്കുന്നു. ശരി ചേച്ചി, എന്താ ഇന്ന് പ്രസാദം എന്താണ് സ്പെഷ്യലായിട്ട്? പായസം, പൊങ്കാല പായസം തന്നെ. ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആറ്റുകാലമ്മ സാധിച്ചു തരാറുണ്ട്, അതുകൊണ്ടാണ് ഓരോ വർഷം വരുന്നത്. ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അതെ, ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ടാണ് ഓരോ വട്ടം ആൾക്കാർ കൂടിക്കൂടി വരുന്നത്. ഇത്തവണ എല്ലാ വർഷത്തേക്കാളും തിരക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് നമ്മളിങ്ങനെ തലേദിവസം വരുന്നുണ്ട്, കറക്റ്റ് അറിയില്ല. പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ. ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതോ? ഇന്നലെ തൊഴുതു. ശരി, താങ്ക് യു. ചേച്ചി, പൊങ്കാല ഒരുക്കൊക്കെ പൂർത്തിയായോ? പൂർത്തിയായി. ഇതിപ്പോ എത്രാമത്തെ വർഷമാണ് പൊങ്കാല ഇടുന്നത്? വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ എന്നാലും ഒരു 10 വർഷത്തിൽ കൂടുതലായി കാണും. തുടർച്ചയായിട്ട് പൊങ്കാല ഇടുന്ന ആളാണോ? പറ്റാവുന്ന സമയങ്ങളിലൊക്കെ പൊങ്കാല ഇട്ടിട്ടുണ്ട്. എല്ലാ വർഷം പൊങ്കാല ഇടണമെന്ന് വിചാരിക്കും. ഇപ്പൊ കുറച്ചടുപ്പിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പ്രാർത്ഥന, ഓരോ ആഗ്രഹമായിട്ടാണോ പൊങ്കാല ഇടാൻ വരാറ്? പ്രാർത്ഥന തീർച്ചയായിട്ടും മനസ്സിലുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന കാണുമല്ലോ നമുക്ക്. പിന്നെ എല്ലാ പ്രാവശ്യം എടുത്ത പോലെ ആദ്യത്തെ പ്രാർത്ഥന എന്താന്ന് വെച്ചാൽ എല്ലാ വർഷം പൊങ്കാല ഇടാൻ പറ്റണം. ഇപ്പൊ വർഷം പൊങ്കാല ഇട്ട് നമ്മൾ പോയി കഴിഞ്ഞാലും
അടുത്ത വർഷം പൊങ്കാലയിടാൻ പറ്റണേ, ദേവി സാധിച്ചു തരണേ എന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അതെന്തായാലും ഉണ്ട്. ആഗ്രഹങ്ങളൊക്കെ സാധിക്കാറുണ്ട്. തീർച്ചയായിട്ടും. അടുത്ത വർഷം വന്ന് പൊങ്കാലയിടണം തന്നെയാണ് പ്രാർത്ഥന. ഓ പിന്നെ തീർച്ചയായിട്ടും അടുത്ത വർഷം പൊങ്കാലയിടാൻ സാധിക്കട്ടെ. മാത്രമല്ല ഇത്രയും അടുത്ത്, ദേവിയുടെ ഇത്രയും അടുത്ത് നിന്നിട്ടൊരു പൊങ്കാലയിടാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം ഞങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ കിട്ടുന്നത്. എത്ര പേരെ വെയിൽ കൊണ്ടിട്ട് പുറത്തൊക്കെ നിന്നിട്ട്, വെയിൽ നമ്മൾക്കും ഉണ്ട്, എന്നാലും കുറച്ചും കൂടി നമുക്ക് ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ടല്ലോ. പുതിയ വർക്ക് ഏതൊക്കെ? പുതിയതിപ്പോ സി കേരളത്തിൽ മാനത്തെ കൊട്ടാരം അരമ മൂവീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ചേച്ചി, അപ്പം പൊങ്കാല ആശംസകൾ. താങ്ക് യു. വർഷങ്ങളായിട്ട് പൊങ്കാല ഇടാനുള്ള ഭാഗ്യം, ഈ നടയിൽ വന്നിടാനുള്ള ഭാഗ്യം തന്നെ എന്ന് പറഞ്ഞത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത്രയും വർഷമായിട്ടും നമ്മൾ ഓരോ വർഷം പൊങ്കാല ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും അടുത്ത വർഷം വരണം എന്നുള്ളത്. അതേപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വന്നിടാൻ കഴിയുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഇടുന്നത്. അല്ലാതെ വേറെ നേർച്ചയായിട്ടോ അങ്ങനെ ഞാൻ ഇടാറില്ല. ഓരോ വർഷവും തിരക്ക് കൂടുകയാണല്ലേ ഇവിടെ? അതെ, സ്ത്രീകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനെ വലിയൊരു ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ദേവിയുടെ ആ ശക്തി അറിഞ്ഞ് ആൾക്കാർ വന്ന് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും വളരെ സന്തോഷമാണ്. എന്ന് വെച്ചാൽ എത്രത്തോളം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള സ്ത്രീകളല്ലേ വരുന്നത്. അപ്പോൾ അവരെല്ലാം വന്ന് സന്തോഷമായിട്ടൊരു വലിയൊരു കൂട്ടായ്മയായിട്ട് ഇങ്ങനെ ഇടുന്ന കാണുമ്പോൾ തന്നെ ഒരു വലിയ മനസ്സിന് വലിയ സന്തോഷമാണ്. ചേച്ചിക്ക് ആദ്യത്തെ പൊങ്കാല ഓർമ്മയുണ്ടോ? ആദ്യത്തെ പൊങ്കാല ഞാൻ എൻ്റെ അമ്മ ഇപ്പം ഇല്ല, അപ്പം എൻ്റെ അമ്മയും എൻ്റെ മോള് കുഞ്ഞായിരുന്നു. അപ്പം ആണ് ആദ്യമായിട്ട് ഞങ്ങൾ വന്ന് പൊങ്കാല ഇട്ടത്. തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. അന്ന് ആ എക്സ്പീരിയൻസ് നമുക്ക് അറിയില്ലല്ലോ എന്തുവാണെന്നുള്ളത്. അപ്പോൾ ചൂടും അതൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ യൂസ്ഡ് ആയി. ഇപ്പം ചൂടും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങ് യൂസ്ഡ് ആയിട്ട് നമ്മളെല്ലാം മറന്ന് നമ്മൾ എന്താണ് നമ്മുടെ അരിയൊക്കെ ഇടുമ്പോഴത്തേക്കുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഇത് വരുന്നു എന്ന് പറയാൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താണ് അനുഭൂതിയാണ് വരുന്നത്. എന്താണ് ഈ ഓരോ തവണയും നമുക്ക് ഓരോ പ്രാർത്ഥനകളായിരിക്കുമല്ലോ പൊങ്കാല ഇടുമ്പോൾ? ആ പ്രാർത്ഥനകളൊക്കെ നടക്കാറുണ്ട്, ആഗ്രഹങ്ങളൊക്കെ സഫലം? ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. എന്ന് വെച്ചാൽ ഇത് നടന്നാൽ ഞാൻ വന്ന് ചെയ്യാം അങ്ങനെയുള്ള പ്രാർത്ഥനയില്ല എനിക്ക്. ദൈവമേ എല്ലാവരും കാക്കണേ, നന്നായിട്ട് ഇരിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് എൻ്റെ ഒരു വിശ്വാസം. എന്ന് വെച്ചാൽ ഞാൻ അത് നടന്നാൽ ഞാൻ വന്ന് ചെയ്യാം അങ്ങനെ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലെങ്കിൽ എല്ലാം നല്ലതാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ചേച്ചി, അപ്പൊ ഇത്തവണ എന്താണ് അമ്മയ്ക്ക് നൈവേദ്യം? എല്ലാം പ്രാവശ്യത്തെ പോലെ തന്നെ ശർക്കര പായസം തന്നെയാണ് ചെയ്യുന്നത്. ചേച്ചി തൊഴാൻ പറ്റുമോ? ക്ഷേത്രത്തിൽ നല്ല തിരക്കായിരുന്നു. വന്ന് തൊഴുതിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പോയി തൊഴും. അപ്പൊ ചേച്ചി ഹാപ്പി പൊങ്കാല. താങ്ക് യു. സെയിം ടു യു ഓൾ.